അള്ളാഹു റമദാനിനെ ബഹുമാനിച്ച് ആദരിച്ച ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നോക്കാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഗൗരവമുള്ള സൃഷ്ടി ഏതാണ്? നരകമാണ്. നരകത്തെക്കാൾ ഭീകരമായ, മനുഷ്യനെ സഹിക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും പറ്റാത്ത മറ്റൊരു സൃഷ്ടിയെ അള്ളാഹു തആല സംവിധാനിച്ചിട്ടില്ല. നരകത്തെ കുറിച്ച് പറയപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. എന്നാൽ പറയപ്പെട്ടത് തന്നെ കേവലം മനുഷ്യരായ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത്തരം കാര്യങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതിനേക്കാളും എത്രയോ ഭീകരമാണ് നരകലോകം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ നോക്കൂ, ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ ഹവ്വാ ബീവിനെയും സ്വർഗത്തുനിന്ന് ഭൂമിക്ക് ഇറക്കി. ഒരു ഭൂമിയിൽ ജീവിതം തുടങ്ങി. ഭക്ഷണം പാചകം ചെയ്യണം, പല ആവശ്യങ്ങളുണ്ട്, തീ വേണം. അള്ളാഹു അന്ന് അതുവരെ ഭൂമിയിലേക്ക് തീയിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് തീ കൊണ്ടുവരാൻ ഒരുങ്ങും. എങ്ങനെ? അള്ളാഹു തആല ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ, നിങ്ങൾ നരകത്തിൽ പോയി നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹി സ്വലാമിന്റെ അടുക്കന്ന് ഒരൽപ്പം തീയുമായിട്ട് ഭൂമിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാം ചെന്നു. മാലിക് അലൈഹി സ്വലാമിനോട് പറഞ്ഞു, അള്ളാഹു ഭൂമിയിലേക്ക് തീ തരാൻ പറഞ്ഞിരിക്കണ്, അതുകൊണ്ട് നരകത്തുനിന്ന് ഒരു കുറച്ച് തീ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാലിക് അലൈഹി സ്വലാം ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, കം തുരീദു മിനന്നാർ, എത്രയാണ്, എത്ര അളവാണ് നിങ്ങൾക്ക് തീ ആവശ്യമുള്ളത്? ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, മിഖ്ദാറ തംറ, ഒരു ചെറിയ ഉണക്കക്കാരക്കയില്ലേ, അതിന്റെ അളവ് തീ തന്നാൽ അത് ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറഞ്ഞ മറുപടി കേൾക്കണോ? ആ ഒരു ചെറിയ കാരക്കയുടെ അളവ് തീയെങ്ങാനും ഈ നരക ലോകത്തിൽ നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഒരുകി ഒലിക്കുന്നതാണ്. ആകാശ ഭൂമികൾക്ക് അത് താങ്ങാൻ കഴിയുകയില്ല. ഭൂമി ആകാശം ഒരുകി ഒലിക്കാൻ എന്ത് മതി? അത്തരം അളവ് നരകത്തിലെത്തി. അപ്പോൾ പറഞ്ഞെങ്കിൽ നിസ്മാഹ, അതിന്റെ നേരെ പകുതി തരുമോ? അപ്പോൾ ആ മലക്ക് പറഞ്ഞു, അതിന്റെ പകുതി നിങ്ങൾ കൊണ്ടുപോയാൽ പിന്നെ ഒരു കാലത്തും ഭൂമിയിലേക്ക് മഴ വർഷിക്കുകയില്ല, പച്ചയായ ഒന്നും പിന്നെ ഭൂമിയിൽ മുളക്കുകയില്ല, എല്ലാം കരിഞ്ഞുണങ്ങി പോകുന്നതാണ്. അത് താങ്ങാനുള്ള ശേഷി ഭൂമിക്കില്ല. അപ്പൊ ഞാൻ എത്ര വേണം? മാലിക് അലൈഹി സ്വലാം പറഞ്ഞു, ജിബ്രീൽ, നിങ്ങൾ അള്ളാഹിനോടൊന്ന് ചോദിച്ചു, എന്നിട്ടൊരു തീരുമാനം പറഞ്ഞില്ലേ. അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ, ഖുദ് മിഖ്ദാറ ദർറ, നിങ്ങളൊരു ദർറത്തിന്റെ അളവ് കൊണ്ടേക്കൊള്ളി. ദർറത്ത് പറഞ്ഞാല് നമ്മള് അണുമണി തൂക്കം, കടുകമണി എന്നൊക്കെ പറയും. പഴയ ഉസ്താദുമാരൊക്കെ അതിന് അർത്ഥം പറയുന്നത് എങ്ങനെയാ നിങ്ങള്? നമ്മളൊരു ഭാഗത്തൊരു ചെറിയ ഓട്ടുണ്ടെങ്കിൽ ആ ഹോൾസിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു വരുമ്പോ നമ്മൾ ആ സൂര്യപ്രകാശം ഇങ്ങനെ നോക്കി അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ പോറി കളിച്ചിട്ടാണല്ലോ. മനസ്സിലായിട്ടില്ലേ? നമ്മൾ ആ വെളിച്ചടിച്ചമാരുള്ളൂ. അയിത്ത ഒരു ചെറിയ സാധനത്തിനാണ് എന്തെന്ന് പറയാ? ദർറത്ത്. അത്തരം അളവ് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിലേക്ക് വന്നു. ആ ദർറത്തിന്റെ അളവ് തീയെടുക്കുകയാണ്, അതുമായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. 70 സമുദ്രങ്ങളിൽ 70 നദികളിൽ വെച്ച് 70 തവണ അതിനെ കഴുകി പാകപ്പെടുത്തുകയാണ്, അതിനെ മയപ്പെടുത്തുകയാണ്. എന്നിട്ട് കൊണ്ടുവന്ന് ഭൂമിയിലെ ഒരു പർവ്വതത്തിലേക്ക് ആ ദർറത്തിന്റെ അളവ് വെച്ചപ്പോ ആ പർവ്വതം അങ്ങ് ആളിപ്പടരാൻ തുടങ്ങി. അപ്പോഴേക്കും അല്ലാഹുവിന്റെ ഓർഡർ വന്നു, ജിബ്രീൽ, കൊണ്ടുവന്ന തീരെ നരകത്തിലേക്ക് തന്നെ മടക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് ഭൂമിയിൽ കത്തിക്കപ്പെടുന്ന എല്ലാ തീകളും അന്ന് കൊണ്ടുവന്ന ആ ദർറത്തിന്റെ അംശങ്ങളാണ്. അത് എവിടെ കത്തിച്ചാലും, ബോംബ് വർഷിച്ചാലും മിസൈൽ വർഷിച്ചാലും ഒക്കെ ഉണ്ടാകണ തീയില്ലേ, അത് ആ ദർറത്തിന്റെ അളവിലുള്ള തീയാണല്ലോ. അള്ളാഹ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയുമോ? അത് അനുഭവിക്കുന്ന മനുഷ്യൻ ഒരു മനുഷ്യനാണ്. ഇതിനേക്കാൾ ചെറിയൊരു ശിക്ഷ നരകത്തിൽ വേറെ ഇല്ലത്രേ. ഈ മനുഷ്യൻ എന്ത് തീരാനുള്ള 2 ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ശരീരത്തിൽ കാലിന്റെ അടിഭാഗത്തല്ലാതെ വേറെ എവിടെയും തീ തട്ടണമെന്നല്ല. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇതിനേക്കാൾ ഒരു ചെറിയ ശിക്ഷ വേറെ ഇല്ല. എന്നാൽ ആ ചെറിയ ചെരുപ്പുകൾ ഈ മനുഷ്യന്റെ കാലിൽ നിന്ന് ധരിപ്പിക്കപ്പെട്ടാൽ അത് കാലിൽ തട്ടുമ്പോഴേക്ക് തലച്ചോറ് വരെ ഉരുകി ഒലിക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യന്റെ കാലിൽ നിന്ന് ഏറ്റവും അകലത്തിൽ നിൽക്കുന്നതാണ് അവന്റെ തലച്ചോറ്. അത് കാലിൽ തട്ടുമ്പോഴേക്ക് തലച്ചോറ് ഉരുകി ഒലിക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളുടെ അവസ്ഥകളാണ്. വിധങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ കരഞ്ഞ് കരഞ്ഞ് പറയുമത്രേ, അല്ലാ അല്ലാ, ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ നീ എനിക്ക് തന്നത്. ആ മനുഷ്യൻ അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്, ഞാനാണ് ഇവിടുത്തെ വലിയ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് തോന്നുകയാണ്. എന്നാൽ അയാൾ ഈ മനുഷ്യനാകട്ടെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവനാണ്. ഏറ്റവും ചെറുത് അനുഭവിക്കുന്നവന് പോലും ഞാനാണ് ഏറ്റവും വലുതനുഭവിക്കുന്നതെന്ന പ്രതീതി ഉണ്ടാക്കാൻ നരകശിക്ഷക്ക് കഴിയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ 16ാമത്തെ രാത്രിയിൽ നമ്മൾ തറാവീഹ് നിസ്കരിച്ചില്ലേ? ഇന്ന് തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് നൽകപ്പെടുന്ന സന്തോഷം എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് നരകത്തിൽ നിന്നുള്ള മോചനം എഴുതപ്പെടുന്നതാ. ഈ പരിശുദ്ധ റമദാനിൽ നരകമോചനം എഴുതപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ഈ നിസ്കാരം അതിന് കാരണമായി കബൂലാക്കണേ അല്ലാ. ഒരു ചെറിയ ഒറ്റ വാക്കുള്ള ഒരു മസാലുണ്ട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നമ്മളെ ഖുനൂത്ത് തുടങ്ങിയല്ലോ. ഈ വിത്റിലെ ഖുനൂത്തും സുബൈലെ ഖുനൂത്തും നിയമത്തിലൊക്കെ ഏകദേശം ഒരേപോലെയാണ്. നിസ്കാരത്തിൽ അബാദ് സുന്നത്ത് തന്നെ 7 സുന്നത്തുകളുണ്ട്. അതായത് നഷ്ടപ്പെട്ടാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്നത്. അതിൽ ബാഹ്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് ഖുനൂത്തും, പിന്നെ ആദ്യത്തെ അത്തഹിയ്യാത്തും. കുറെ മസല അതുമായി പറയേണ്ട ഒറ്റ മസല പറഞ്ഞുതരാം. ഇമാമ് ഈ അബാദ് സുന്നത്തിനെ ഉപേക്ഷിച്ചാൽ, അതായത് ഇമാമ് വിത്റിൽ എന്ത് ഓതിയില്ല, ഖുനൂത്ത് ഓതാതെ പോയി, അല്ലെങ്കിൽ സുബൈൽ ഇമാമ് ഖുനൂത്ത് ഓതിയില്ല, അല്ലെങ്കിൽ ളുഹ്റോ അസ്റോ മഗ്രിബോ ഇശാ നിസ്കരിച്ചപ്പോൾ ഇമാമ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ല, ആ മറന്നുകാണ്ട് ഇമാം അടുത്ത റക്അത്ത് എണീറ്റു. ഇമാം അബാദ് സുന്നത്ത് ഒഴിവാക്കിയാൽ പിന്നെ മഅ്മൂമീങ്ങളും അബാദ് സുന്നത്ത് ഒഴിവാക്കണം. പോലെ എന്താകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. പോലെ ആരെ കൂടെ പോകണം? അപ്പൊ ഇമാമ് ഖുനൂത്ത് ഒഴിവാക്കി റുകൂക്ക് പോയ സുജൂദിക്ക് പോയാൽ മഅ്മൂമീങ്ങളൊക്കെ എന്താകാം? ഖുനൂത്ത് ഒഴിവാക്കി പോകാം. അത് സുബൈലും പോകാം, വിത്റിലും പോകാം. ഇമാം ഒന്നാമത്തെ അത്തഹിയ്യാത്ത് മറന്നുകാണ്ട് ഇശാല് നേരെ മൂന്നാമത്തെ റക്അത്ത് എണീറ്റാൽ പിന്നെ മഅ്മൂമീങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റക്ക് എന്താകാൻ പാടില്ല, അത്തഹിയ്യാത്ത് ഓതാൻ പാടില്ല. ഓല് ആരെ കൂടെ പോകുക? ഇമാമിന്റെ കൂടെ. അവിടെ സുബ്ഹാനല്ലാഹ് ഒന്നും പറയാൻ നിൽക്കരുത്, കാരണം അത് നിസ്കാരം ബാത്തിലാകണ കാര്യമില്ല. കാരണം ഈ ഖുനൂത്തും ഒന്നാമത്തെ അത്തഹിയ്യാത്തും സുന്നത്താണ്, നിസ്കാരത്തിന്റെ നിർബന്ധമായ ഘടകമല്ല. ഈ പറഞ്ഞ മസല മനസ്സിലായിട്ടില്ലേ? ഇമാമ് ഖുനൂത്ത് മറന്നാൽ ഇമാമിന്റെ കൂടെ പോകുന്ന സുജൂദ്. അപ്പൊ ഞാൻ ഏതായാലും നമുക്ക് ആശ്വസിക്കാൻ വകുപ്പുണ്ട്. കാരണം നമുക്ക് ഇതിനെ എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റും? സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പൊ മഅ്മൂമികളായ ഏതായാലും ഇപ്പൊ ഇമാമ് ഖുനൂത്ത് മറന്നു, മഅ്മൂമിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങൾ ഇമാമിന്റെ കൂടെ പോകും ചെയ്തു. ഇമാമ് സഹ്വിന്റെ സുജൂദൊക്കെ ചെയ്യും കരുതിങ്ങാണ്ട് സ്റ്റഡി ആയി ഇങ്ങനെ കുത്തുന്നതാണ്. ഇമാം അതാ കാണുന്ന അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാണ്ട് ഇമാം എന്തായും ചെയ്തു, സലാം പൊട്ടി. മഅ്മൂമിങ്ങൾക്കാണെങ്കിൽ എന്ത് കാത്തു കുത്തിരിക്കുന്നു സഹ്വിന്റെ സുജൂദ്. എന്നാ നമ്മള് ബഹളം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ഒരു മസലുണ്ട്, ഇമാമ് സഹ്വിന്റെ സുജൂദ് മറന്നാൽ മഅ്മൂമിങ്ങൾക്ക് ഒറ്റക്ക് എന്താകാം? സഹ്വിന്റെ സുജൂദ് ചെയ്യാം. പറഞ്ഞ മസല മനസ്സിലാക്കണോ? ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞു. എന്നാ മഅ്മൂമിങ്ങൾ ഇമാമിന്റെ ഒപ്പം സലാം കിട്ടണ്ട. ഓലെ ഇമാമ് സലാം കിട്ടി കഴിഞ്ഞേക്ക് ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യാണെന്ന് മനസ്സ് കരുതികാണ്ട് 2 സുജൂദ് ഒറ്റക്ക് ചെയ്തിട്ട് എന്തായാ മതി? സലാം കിട്ടിയാൽ മതി. അപ്പൊ പിന്നെ ആ കൂലി ആർക്ക് നഷ്ടപ്പെടൂല?
പറഞ്ഞ മസല മനസ്സിലാക്കണോ? കുറെ മസല പറയണ്ട, ബാക്കി നമുക്ക് പറയാം. അള്ളാഹു തആല നമ്മളെ ഈ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന ആളുകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. എല്ലാവരുടെയും ഖൈറായ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികളായ ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരാണ്. അള്ളാഹു നീ ശിഫാ നൽകണേ അല്ലാഹ്. കാലിന് പരിക്ക് പറ്റി വിശ്രമിക്കുന്ന എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നീ ശിഫാ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബറുടെ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.